ഇപ്പൊ വന്നു കഴിഞ്ഞാൽ 10% ഓഫ് ഉണ്ട്. പ്രിന്റിലാണ് ഈ ഒരു ലക്നവി വർക്ക്. ഇതൊക്കെ കട്ടിയില്ലേ, സിംഗിൾ പീസ് ആയിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നു. പിന്നെ തീർച്ചയായും എനിക്ക് എന്താ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ എടുത്തു തരും. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സരിത സവിത സംഗീത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഉണ്ട് അല്ലേ? എങ്ങനെയൊക്കെ പോകും, എങ്ങനെയൊക്കെ പോകും. ആരെയൊക്കെ ടൂ വീലറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഭംഗി. നല്ല ലെങ്തി ഷാളാ, നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ. എന്നാലും അതിലൊരു രസം, എടുത്ത് നമ്മൾ വലിച്ചേരിട്ട് നോക്കലൊരു രസം. അതില് പല പല പ്രിന്റ്സ് ആണ് വരുന്നത്, വിത്ത് ലൈനിങ് അടക്കമാണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് റീറ്റെയിൽ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. മൊത്തം ലേഡീസിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് മർക്കേറ്റർ നിധി ബിൽഡിംഗ് ആണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ പേര് വരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അവിടെ കാണുന്നത് ബാനർജി റോഡാണ് കേട്ടോ. ഇങ്ങനെ പാരലായിട്ട് പോയിട്ട് അതിൻ്റെ തൊട്ട് അടുത്തുള്ള വഴി ഈ ഒരു വഴീനെ പറയണത് മാർക്കറ്റ് റോഡാണ് കേട്ടോ. ഈ ഒരു വഴീനെ പറയണത് എറണാകുളം മാർക്കറ്റ് റോഡ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. ഈ റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഈ ഒരു കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സരിത സവിത സംഗീത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഉണ്ട്, കുറച്ച് ഫേമസ് ആയിട്ടാണ്. അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് മർക്കേറ്റർ നിധി ബിൽഡിംഗ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാലോ? ഷോപ്പിൻ്റെ പേരെന്താ, ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പോൾ മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഒരു സിംഗിൾ പീസായിട്ട് കിട്ടും. വരൂ, തള്ളുക, തുറക്കുക. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലേഡീസിന്റെ സ്റ്റോറിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഹായ്, എന്താണ് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കണു. ഒരു സിംഗിൾ പീസ് ആയിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നു. പിന്നെ തീർച്ചയായും എനിക്ക് എന്താ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ എടുത്തു തരും. അടിപൊളി. അപ്പൊ ഇവിടെ എന്താ ലേഡീസ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ട്. അതിൽ എന്താണ് വെറൈറ്റികൾ? കൂടുതലും നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ്. കുർത്താസ് ഒക്കെ ഈ സെക്ഷൻ ആണോ ഇരിക്കുന്നത്? കുർത്താസ് ആണ് കൂടുതലും. പിന്നെ ഇത് മൊത്തം 2 പീസ് 3 പീസ് റെഡിമെയ്ഡ് ചുരിദാറും അല്ലാണ്ട് ബോട്ടം ടോപ്പ് ആയിട്ട് മാത്രമുള്ളതാണ് അതൊക്കെ. പിന്നെ അല്ലാണ്ട് നമുക്ക് സാരി ഉണ്ട്, അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്, ബ്ലൗസുകൾ ഉണ്ട്, റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതും ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം റേഞ്ചല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബുട്ടിക് കളക്ഷൻസ്. അതെ അല്ലേ? ഇതൊക്കെ എന്താ? ഇതൊക്കെ നമ്മുടെ സാരികളാണ്, കോട്ടൺ സാരികൾ. ഹാൻഡ്ലൂമിൽ വരുന്നത് അല്ലെങ്കിൽ നോർമൽ? അതും ഉണ്ട്. ഇതിപ്പോ നോർമൽ കോട്ടൺ. രണ്ടും റേഞ്ചിൽ വെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ വെസ്റ്റേൺ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടിനേക്കാളും മുന്നേ പേരൊന്ന് പറഞ്ഞേ. എന്റെ പേര് അഞ്ജന പാഞ്ചാലിയില്. അപ്പൊ ഷോപ്പിന്റെ പേര് വരുന്നത് തന്നെ പാഞ്ചാലി. നല്ല അടിപൊളി പേരാണ്. പിന്നെ അതെ, പാഞ്ചാലി നല്ല അടിപൊളി പേരല്ലേ? കേൾക്കുമ്പോ തന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പാഞ്ചാലി, അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ സിംഗിൾ പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കും? തീർച്ചയായും. ഓരോ പീസ് ഇഷ്ടപ്പെട്ട പീസ് അവർ പറയുന്ന രീതിക്ക്, പറയുന്ന മോഡൽ ഏത് വേണമെന്ന് വെച്ചാൽ നമ്മളത് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് എവിടുന്ന് പിടിക്കണ്ടേ? ഇവിടുന്ന് തുടങ്ങാം. എന്നാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ഈ ഒരു ഡമ്മിയിൽ വെച്ചിരിക്കണത് നോക്കാം. ഇതിപ്പോ നമ്മുടെ ഒരു സെറ്റാണ്, കുർത്ത സെറ്റ് 2 പീസിന്റെ കോട്ടൺ. അതെ, കോട്ടൺ വിത്ത് ലൈനിങ് ആണ്. എല്ലാം നമ്മൾ ലൈനിങ് ഉള്ളതാണ് മൊത്തം ചെയ്യുന്നത്. അതില് കഴുത്ത് വന്നിട്ട് വീനക്ക് കഴുത്ത്, അതില് ബീഡ്സ് വർക്ക് കാര്യങ്ങളൊക്കെ. അതുപോലെ സ്ലീവിലും ഉണ്ട്, 3/4 സ്ലീവാണ്. ബോട്ടം വന്നിട്ട് അലാസ്റ്റിക് വിത്ത് ടൈയും ഉണ്ട്. ഓക്കെ, രണ്ടും കൂടി ഡ്രോ സ്ട്രിങ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോരോ പീസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതിലത്തെ സൈസ് നോക്കുകയാണെങ്കിൽ സൈസ് എല്ലാം ഉണ്ട്. മീഡിയം, XL, ലാർജ്, XXL ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സൈസസ് തന്നെ ഒരേ പീസിൽ തന്നെ കേട്ടോ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു പീസ് ആണെങ്കിൽ ഏത് മീഡിയം ആണ് വേണമെന്ന് വെച്ചാൽ മീഡിയം മതി, ലാർജ് ആണ് വേണമെങ്കിൽ ലാർജ് എടുത്ത് കൊണ്ടുപോകാം, എങ്ങനെ വേണമെങ്കിലും. അപ്പൊ ഓൺലൈനിൽ നമുക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്യാം. അപ്പൊ ഒരു കളക്ഷൻ ഒന്ന് എടുത്താൽ എവിടെന്നെങ്കിലും. ഇതിപ്പോ നമ്മുടെ അജ്രക്ക് പ്രിന്റ് വരുന്ന കുർത്ത ടോപ്പുകൾ കേട്ടോ. അജ്രക്കില് ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. അജ്രക്കില് ടോപ്പുകൾ മാത്രം. ഇത് ടോപ്പുകൾ മാത്രം. അതില് പല പല പ്രിന്റ്സ് ആണ് വരുന്നത്, വിത്ത് ലൈനിങ് അടക്കമാണ്. യോക്കില് വരുമ്പോ വർക്ക് ഒക്കെ മിറർ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. പറഞ്ഞ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ ഇത് വരുന്നത് നമുക്ക് എറണാകുളം മാർക്കറ്റ് റോഡില്
മെർക്കാറ്റർ ബിൽഡിംഗിൽ. മെർക്കാറ്റർ ബിൽഡിംഗ്, നിധി ബിൽഡിംഗ്, അതായത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ യൂക്കോ ബാഗിന്റെ മുകളിലായിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഓൺലൈനിൽ മേടിക്കാം. ഇപ്പൊ ഈ ഓൺലൈനിൽ മേടിക്കാന്ന് പറയുമ്പോൾ എങ്ങനെ മേടിക്കാൻ പറ്റും? അതിപ്പോ നമുക്ക് ഇൻസ്റ്റ പേജ് ID കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അക്കൗണ്ട്സ് ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ നമ്മുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റ പേജിന്റെ പേര് എന്താ? പാഞ്ചാലി ഡിസൈൻ ഹബ് തന്നെയാണ് പേര്. ഫേസ്ബുക്കിൽ അത് തന്നെ, യൂട്യൂബിൽ അത് തന്നെ. അതെ തന്നെ, യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിൽ ഞങ്ങൾക്ക് ചെറിയ ആരാണ് ഇതില് ചെയ്യുന്നത്? ഇങ്ങനെ നോക്കി നോക്കി ആരാ? ഇപ്പൊ ഞാൻ നമ്മുടെ മാനിക്വിൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പൊ എനിക്കിപ്പോ ആള് മാത്രമേ ഉള്ളൂ കൂട്ട്. അതെ, ഫുൾ ടൈം 24 മണിക്കൂർ കൂട്ടുള്ള ഒരാളാണോ അല്ലേ? അപ്പൊ അങ്ങനെ പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട്, അപ്പൊ അതിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ് കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സാരി ആയാലും ചുടിദാർ ആയാലും വെസ്റ്റേൺ വെയർ ആയാലും എല്ലാം അതും നമുക്ക് ആ ഒരു പേജ് ത്രൂ അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതും അതുപോലെ തന്നെ അജ്രക് പ്രിന്റ് തന്നെ വേറെ ടോപ്പും കാര്യം, ഇത് ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതും ടോപ്പില് അജ്രക്കില് പാച്ച് വർക്ക് വരുന്ന മോഡൽ അല്ലേ? നേരത്തെ നമ്മൾ കണ്ടത് വെറുതെ ഇത് പാച്ച് വർക്ക് ഇല്ലാണ്ട് വർക്ക് മാത്രമായിട്ട് വരുന്നതാണ് കേട്ടോ, ഹാൻഡ് വർക്ക്. ഇത് വരുമ്പോൾ ഒരു പാച്ച് വർക്കോട് കൂടിയിട്ട് അതിന്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, ബ്ലൂ കളർ ഉണ്ട്, പിന്നെ ഒരു റെഡ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കളേഴ്സും പാറ്റേൺസും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പേജ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഫോട്ടോസ് ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ അതിൽ വീഡിയോ കോൾ ത്രൂ ആയാലും നമുക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ ഷോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? ഷോപ്പ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും 9:30 to 6:30. 6:30 വരെയാണ് സമയം. അതിൻ്റെ ഉള്ളിൽ വന്ന് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. ഒക്കെ പ്രീമിയം കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ. ഇത് വരുമ്പോൾ അജ്രക്ക് തന്നെയാണ്, പക്ഷെ വേറെ മോഡൽ. അജ്രക്കില് അതില് അനാർക്കലി സ്റ്റൈൽ. ഇത് എ ലൈൻ ടോപ്പുകളാ, സ്ലിറ്റ് ഇല്ല, എ ലൈൻ കുർത്ത പോലെ. ഓക്കെ. ഇത് സ്ലിറ്റ് എ ലൈൻ ടൈപ്പ് ആണ് വരുന്നത്. നേരത്തെ കണ്ടപ്പോൾ അനാർക്കലി സ്റ്റൈലായിട്ട് ഫീൽ ചെയ്തു. അനാർക്കലി അല്ല, പക്ഷെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. യോക്കില് സിമ്പിളായിട്ട് എ ലൈൻ. അജ്രക്കില് ഗ്രീൻ വേണോ, ബ്ലൂ വേണോ, റെഡ് വേണോ, യെല്ലോ വേണോ, എല്ലാം കളേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് സൈസസും വരുന്നത്. ലാസ്റ്റ് സൈസ് എത്ര വരെ പോകും? നമ്മളിപ്പോ ഇവിടെ ഉള്ളത് XXL വരെയാണ്. XXL വരെ, പ്ലസ് സൈസ് ഇല്ല. പ്ലസ് സൈസ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മള് എത്തിച്ചു കൊടുക്കും. അതിനും ടെൻഷൻ ഇല്ല. കാരണം നിങ്ങളുടെ സ്വന്തമാണോ ഇപ്പൊ ഈ യൂണിറ്റ് കാര്യങ്ങൾ? അങ്ങനെ ഇതിപ്പോ ജസ്റ്റ് സാമ്പിൾ മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ഓൺലൈനിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ സാമ്പിൾസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് ഗോഡൌണും കാര്യങ്ങളും വേറെ ഉണ്ട്. വലിയ ഗോഡൌൺ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇനി ലൈറ്റ് ഷെയ്ഡിൽ നോക്കുകയാണെങ്കിലോ? ഇത് വന്നിട്ട് റെഡിമെയ്ഡ് ചുരിദാറുകളാ, 2 പീസിന്റെ അല്ല 3 പീസ്. ഇത് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഇതില് ടോപ്പ് വിത്ത് ലൈനിങ് എടുക്കാം, അതിന്റെ കൂടെ ദുപ്പട്ട, അതുപോലെ തന്നെ പാന്റ്. അപ്പൊ റീറ്റെയിൽ ആണ്. റേറ്റ് എന്താ പറയാത്ത? കോട്ടൺ ആണ്. സമ്മറിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻ. ഇനിയിപ്പോ റീറ്റെയിൽ ആണ്, റേറ്റ് എന്താ പറയാത്തെന്ന് ചോദിക്കുമ്പോ റേറ്റ് അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ റേറ്റ് ഇൻസ്റ്റയിൽ ഇടുമ്പോൾ അതിന്റെ റേറ്റ് ഒക്കെ ഇടക്കാണോ? എല്ലാം ഇടുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റയിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റയിൽ ഡീറ്റെയിൽ ആയിട്ട് റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ 10% ഓഫ് ഉണ്ട്. ഇപ്പൊ വന്ന ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ വരാണെങ്കിൽ ആദ്യം വരുന്ന ഒരു 150-200 പേർക്ക് ഞങ്ങൾ അങ്ങനെ ഒരു ഓഫർ കൊടുക്കും. 150-200 ആൾക്ക് കൂടുതൽ വന്നാലും പ്രശ്നമില്ല കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കും. അത് MRP പ്രൈസ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു 10% ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ല? ഏതെടുത്താലും നിങ്ങൾ സാരി എടുക്കോ, ചുടിദാർ എടുക്കോ, വെസ്റ്റേൺ വെയർ എടുക്കോ, എന്ത് വേണമെങ്കിലും എല്ലാത്തിനും നമുക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് സൈസ് എടുത്താലും പ്രശ്നമില്ല. അതിന്റെ തന്നെ വേറെ കളറ് വൈറ്റ് ഷെയ്ഡ് കോട്ടണിൽ കേട്ടോ. നല്ല ടൈപ്പ് കോട്ടണിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. വിത്ത് ലൈനിങ് ആണ്. അതുപോലെ പാന്റിന്റെ സൈഡിൽ പോക്കറ്റ് ഇല്ല. സിമ്പിൾ ആയിട്ട് അല്ലോ. ഇത് സ്ട്രൈറ്റ് അല്ലല്ലോ, സ്ട്രൈറ്റ് കുർത്തി. അതില് വിത്ത് ദുപ്പട്ട എടുക്കാൻ വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ. ഇതിന്റെ കളേഴ്സും ഉണ്ടാവും കേട്ടോ. നമ്മൾ സൈസസും ഉണ്ട്, കളേഴ്സും ഉണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. കോട്ടൺ അജറക്ക് അങ്ങനെ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ വലിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് മടക്കിക്കോ. ഞാനിത് കഴിഞ്ഞ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും. ഇത് കോളർ ടൈപ്പ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതും അതുപോലെ
കോളറില് അതുപോലെ എല്ലാത്തിലും കോട്ടണിൽ ലൈനിങ് ഉണ്ട് എല്ലാത്തിലും. ഉണ്ട് കേട്ടോ. അതിപ്പോ ടോപ്പ് മാത്രമാണെങ്കിൽ അതിന് ലൈനിങ് ഉണ്ട്. അതിലും ലൈനിങ് വരുന്നുണ്ട്. ടോപ്പ് ആയാലും 3 പീസ് ആയാലും എങ്ങനെയായാലും എല്ലാത്തിലും ലൈനിങ് ഉണ്ട്. ദുപ്പട്ട ഒന്ന് ഇവിടെ ഇട്ട് കൊടുത്തേ. ഈ ഒരു കുർത്തി വെറുതെ ഇരിക്കുകയാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഫുള്ള് ലുക്ക് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതിന്റെ ഭംഗി വരുന്നത്. 2.5 മീറ്ററിന്റെ അല്ലേ? ആ, അപ്പോൾ ഇതൊക്കെ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് കാണിക്കണത്. ഇനി ഞാൻ ഇട്ടിരിക്കുന്നതും ഇവരെ തന്നെ കളക്ഷനാണ്. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ലാർജ് സൈസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ച് ഇവിടെ എവിടെയോ കണ്ടു. അതെ, കളർ ചേഞ്ച്. ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സെറ്റ് കേട്ടോ. 3 പീസിൻ്റെ ദുപ്പട്ട ആണ് ഈ കാണുന്ന ദുപ്പട്ട. ദുപ്പട്ട ഞാൻ അവോയ്ഡ് ചെയ്തു അല്ലേ? ഇത് അതിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഫുള്ളായിട്ട് നിങ്ങൾക്ക് എല്ലാതും കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അല്ലേ? നല്ലൊരു മെഹന്തി, എന്താ പറയാ, ഒലീവ് ഗ്രീൻ ഡാർക്ക്. അതെ, അതിൽ ദുപ്പട്ട വരുന്നത് ഫുൾ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ദുപ്പട്ട. ഇനി ഇതിന്റെ കളർ ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ ബ്രൗൺ ഉണ്ട്, 3 കളർ ഓപ്ഷൻസ് അല്ലേ? ഇതാ ഈ 2 കളർ കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. സൈസസും അവൈലബിൾ ആണ്. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ് സൈസസ് വരുന്നത്. ഇനി ഇത് എടുത്തോടത്ത് വെക്കാം, അല്ലെങ്കിൽ ഇനിയും പണിയാവും അല്ലേ? ഇതൊക്കെ കട്ട് ചെയ്യില്ലേ? ഏതൊക്കെ കട്ട് ചെയ്യില്ലേ? ഇത് കട്ട് ചെയ്യില്ല കേട്ടോ. ഇത് അടുത്തത് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. ഇതില് കൂടുതലുള്ള കോട്ടൺ. ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ കോട്ടൺ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതെ, ഓരോരോ സീസൺ അനുസരിച്ചിട്ട് ഫെസ്റ്റിവൽസ് അതിനനുസരിച്ചിട്ടുള്ള കളക്ഷൻസ് വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അതിൽ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട എടുക്കാൻ വരുന്നതാണ്. ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് ആണ് ഈ കാണുന്നത്. 3 കളർ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഇത്ര കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇത് 3 മീഡിയം ആണ് വരുന്നത്. സൈസ് വേറെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തത് വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മുടെ കോട്ടൺ 3 പീസ്. 3 പീസിൽ നല്ല ഇത് പിടിച്ചോ. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ റീറ്റെയിലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടത് സിംഗിൾ പീസായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൽ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ, ഒരു കോഫി ബ്ലാക്ക്. ആ ഒരു അതിൽ കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു ഷെയ്ഡും കൂടിയും വരുന്നുണ്ട്. അതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ സൈസസും അവൈലബിൾ ആണ്. ഇത് മുള്ളിക്ക് വെച്ചോ, എന്തെങ്കിലും ഹൈറ്റ് ഉണ്ടല്ലോ, വേഗം എത്തിക്കോളൂ അല്ലേ? ഇവിടെ തന്നെയാണോ താമസം? എറണാകുളം തന്നെയാണ്. എൻ്റെ വീട് തൃപ്പൂണിത്തുറ. ആ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. എന്തുണ്ടാവുമെന്നറിയില്ല. ബസ് ഉണ്ടാവുന്ന ഞാൻ കൊണ്ടാക്കി തരാം. അല്ല, എങ്ങനെയൊക്കെ പോവും. ആരെയൊക്കെ 2 വീലറിൽ ഞങ്ങള് വീട്ടിലെത്തിക്കോളൂ. ആൾക്കാരെ എന്റെ പൊന്നെ. അത് ടോപ്പുകളാ. ഇത് ടോപ്പ്. അതിൽ യോക്കിൽ അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഇത് മൾട്ടി കളറായിട്ടുള്ള ഒരു കട്ട് ബീഡ് വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ വർക്ക് വിത്ത് ലൈനിങ് എടുക്കാം. അതിൻ്റെ കളർ ഓപ്ഷൻസ് ഇതാ ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊരു കളർ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഡിസൈനും വ്യത്യാസമുണ്ട് കേട്ടോ. ആ, ഓപ്പൺ ചെയ്യുമ്പോൾ അത് അറിയാമല്ലോ അല്ലേ എങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇത് വരുമ്പോൾ വേറെ പൂവാണ്, ഇത് വരുമ്പോൾ വേറെ പൂവാണ്. ഏത് പൂവാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുത്തോളാം. ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ നമ്പറിലേക്ക് അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. രണ്ടും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈസൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. സ്റ്റിച്ചിങ് വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങും കറക്റ്റാണ് കേട്ടോ. ഫുൾ ഉള്ളിലത്തെ കോട്ടൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പക്കയാണ് സ്റ്റിച്ചിങ് കാര്യം. അല്ല, നമ്മൾ ഓൺലൈനിലാകുമ്പോൾ ഒരു പേടിയുണ്ടോ, അയ്യോ പേടിക്കണോ, ഇത് എങ്ങനെയായിരിക്കും. പക്ഷെ അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട. സൈസസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി വരുന്നത് ഇതിലിപ്പോൾ എല്ലാം കാണിക്കാൻ എളുപ്പമല്ല അല്ലേ? ചിക്കൻ കറിയിൽ വരുന്ന ഓപ്ഷൻസ്. ഇത് റയോണിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ. റയോണിൽ ചിക്കൻ കറി. ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. ലൈറ്റ് ഷെയ്ഡിലുള്ളത് ഇതാ, നല്ല അടിപൊളി ഒരു റയോണിൽ വരുന്ന പീസാണ് കേട്ടോ. ചിക്കൻ കറിയിൽ വരുന്ന വർക്ക്, ബാക്കും ഫ്രണ്ടിലത്തെ ലുക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തന്നെ കളർ ഓപ്ഷൻസ് ഡാർക്ക് വരുന്നുണ്ട്. ഇതാ ഡാർക്ക് ഷെയ്ഡ്. ഇതൊക്കെ ചിക്കൻ കറിയിൽ റയോണിലാണ് കേട്ടോ. ഇനി ഷിഫോൺ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിഫോണും വരുന്നുണ്ട്. ഇത് ഫുള്ളിങ് കൂടെ എടുത്തേ. അപ്പം എനിക്കിത് അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും എനിക്ക് വെക്കാൻ. ഇതാ, അപ്പോൾ ഇത് ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇത് അടുത്തത് നോക്കുകയാണെങ്കിൽ ചിക്കൻ കറിയിൽ തന്നെ നമുക്കിത് കോട്ടണിൽ
വരുന്ന വർക്കാണ് കേട്ടോ. അതാ ഇത് കോട്ടണിൽ ചിക്കൻ കാരി എന്ന് പറയാം. ചിക്കൻ കാരി പോലെ മെഷീനിലാണ്, ഹാൻഡ് വർക്ക് അല്ല, ലഖ്നവി വർക്കല്ല. ഇത് സ്ലീവ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൻ്റെ കളർ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ മൊത്തം വരുന്നത്. 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് 2 ഷെയ്ഡ്, പിന്നെ ഇതൊരു ഷെയ്ഡ്, നേരത്തെ കാണിച്ച ഒരു ഷെയ്ഡ്, അങ്ങനെ 4 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് കോട്ട ചെക്കിൽ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട്, ഇന്നർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നർ പീസ്, അതിൻ്റെ കൂടെ കോട്ട ചെക്കിൻ്റെ നമുക്ക് ശരിക്കും ആ ഒരു ലഖ്നവി ഡ്രസ്സ് ഇട്ട ആ ഒരു ഫീല് അത്. അപ്പോൾ ഇത് ഫുൾ ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതാ റെഡ്, ബ്ലൂ വരുന്നുണ്ട്, ഗ്രീൻ, പതുക്കനെ എന്താ ഗ്രീൻ ഉണ്ട്, പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും കൂടിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3-4 ഷെയ്ഡ് ഇതിൽ തന്നെ കോട്ട ചെക്കിൽ മാത്രമായിട്ട് വരുന്നത്. ഇത് ലൈനിങ് അയ്യോ പിന്നെ വീണു ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ അല്ലെങ്കിൽ അത് മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ ഇത്ര കളർ ഓപ്ഷൻസ് കോട്ട ചെക്കിൽ മാത്രമായിട്ട് വരുന്നൊരു കളക്ഷൻ. അപ്പോൾ ഇത് ഇവിടെ തന്നെ. ഇനി വരുന്നത് ഇത് ലക്നൗവി വർക്കാണ് കേട്ടോ ഫുൾ. അത് നമുക്ക് ഫുൾ വർക്കോട് കൂടി പ്രിൻറ്റിലാണ് ഈ ഒരു ലക്നൗവി വർക്ക്. അത് മിഷനല്ല, ഹാൻഡോടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും വരുന്നുണ്ട് കേട്ടോ. മിഷൻ വരുന്നുണ്ട്, ലക്നൗവി വർക്ക് രണ്ടും വരുന്നുണ്ട്. ഹാൻഡോട് കൂടി ചെയ്യുന്ന വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത് ഇത്ര കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ബ്ലൂ ഉണ്ട്, വൈറ്റ് ആൻഡ് റെഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ, പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കളർ ഓപ്ഷൻസും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു 4 ഷെയ്ഡ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ലഖ്നവി ചിക്കൻ കറി ആ ഒരു മോഡലാണ്. ഇനി അതിൽ ഷിഫോൺ വേണമെന്ന് വെച്ചാൽ ഷിഫോണിൽ ഇതാ ഇത്ര കളക്ഷൻസ് വരുന്നുണ്ട്. ഇത് മൊത്തം കളേഴ്സ് അല്ലേ? അതെ. ഇതിൽ ഇന്നർ ഉണ്ടാവും അല്ലേ? ഇതിലെല്ലാത്തിലും ഇന്നർ ഉണ്ട്, ഇതിന്റെ സൈസുകളും ഉണ്ട്. സൈസസും അവൈലബിൾ ആണ്. ഇന്നർ ഒരെണ്ണം ഒന്ന് തുറന്ന് നോക്കിയാൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നർ മാത്രം. ഇത് ഇന്നർ സെപ്പറേറ്റ് സെയിം ആ ഒരു കളറോട് കൂടിയിട്ട് തുറക്കണ്ട, സെയിം കളറോട് കൂടിയിട്ട് അങ്ങനെ തന്നെ വരുന്നതാണ്. ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു ചിക്കൻ കറി ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇനി വരുന്നത് കോട്ടൺ ഫ്രോക്കുകൾ. ഒരെണ്ണം നോക്കിയാലോ. ഫ്രോക്കായിട്ട് സിമ്പിൾ കുട്ടികൾക്കും ഇടേണ്ട ചൂടുകാലത്തിൽ നമ്മൾ സാധാരണ കുർത്തീസൊക്കെ ഇടുമ്പോൾ പിള്ളേർക്കും ഇടണ്ട അല്ലേ. സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. യോക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു അങ്കരക്ക സ്റ്റൈല് പോലെ കൊടുത്തിട്ടുണ്ട്, ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോ സ്ട്രിങ് കെട്ടാനായിട്ട് ഇതിൽ ഫ്രിൽ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലും ലൈനിങ് വരുന്നുണ്ട്, അതും കോട്ടൻ്റെ ലൈനിങ് ആണ്, പക്ക കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും കളേഴ്സ് വരുന്നത് അല്ലേ സെയിം ഇതിൽ തന്നെ പ്രിന്റ് കളറും വേറെ. ഇത് സെയിം ഇത് തന്നെ കേട്ടോ. ഫ്രോക്കിൽ തന്നെ അതിൻ്റെ കളർ പ്രിന്റും വേറെ ഡിഫറെൻറ്റ് സെയിം. ഇതൊക്കെ അങ്ക്രക്ക സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ആകുമ്പോൾ ഉൾട്ടാ പുൾട്ടാ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കാന്ന് വെച്ചാൽ ഇത് ഇതിലേക്ക് ആഡ് ചെയ്തു, ഇത് ഇതിലേക്ക് ആഡ് ചെയ്തു, അങ്ങനെ ഒരു വർക്ക്. ഒരെണ്ണം തുറന്നാലോ? മടക്കാൻ പണി കേട്ടോ. കുഴപ്പമില്ല. എന്നാൽ ഇതൊന്ന് പിടിച്ചേ. നാളെ ഇരുന്ന് ഞങ്ങൾക്ക് ഇതിന് പണിയുന്നു ഫുൾ മടക്കാം. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഫ്രോക്കിൽ അത് തുറന്ന് അതാകുമ്പോൾ നമുക്ക് പൂക്കളിൽ ഇങ്ങനെ ഒരു ലൈൻ സിക്സാക്സ് ആ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു പീസായിട്ടായാലും കൊടുക്കുന്നതായിരിക്കും. പിന്നെ MRP പ്രൈസിൽ നിന്ന് 10% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ആദ്യം വരുന്ന 200 ആൾക്ക്. അതെ. അപ്പോൾ ഫോൺ വരുന്നുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ ഫോൺ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. എന്തായി കസ്റ്റമർ കോളൊക്കെ കഴിഞ്ഞാ? കോളുകളൊക്കെ കഴിഞ്ഞു, സമാധാനമായി. വീണ്ടും നമ്മൾ നമ്മുടെ പണിയിലേക്ക്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വർക്ക് ഉള്ളത് വേണമെന്ന് വെച്ചാൽ വർക്ക് ഉള്ളതിലും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് അജ്രക്കിൽ വർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതും കോട്ടണിൽ തന്നെയാണ് വരുന്നത് അല്ലേ? ഇത് സ്ലിറ്റ് അല്ല, ഇതും എ ലൈനില് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് വരുന്നത് XXL സൈസ് ആണെങ്കിൽ ഇത് XL സൈസ്, കളേഴ്സ് ഉണ്ട്, സൈസസും അവൈലബിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ തന്നെ വെച്ചോ, മടക്കിയത് ചേച്ചി ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അതിൻ്റെ കളർ ഓപ്ഷൻസ് ആണ് 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഇത് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇത് റയോൺ. നമുക്ക് ഹാൻഡ് വർക്കായിരുന്നു ഇത്ര നേരം കണ്ടത്. ഇപ്പോൾ കാണിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കിലാണ് കേട്ടോ. റയോണിൽ എംബ്രോയ്ഡറി വർക്ക് എ ലൈനിലാണ് വരുന്നത്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏതെടുത്താലും അതിൽ കളേഴ്സ് ഉണ്ടാവും, പക്ഷേ എല്ലാം എടുക്കണ്ട. ഒരു പീസ് ആയാലും ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സൈസസ് നിങ്ങൾ പറഞ്ഞത്
അല്ലേ? അതെ. അതില് ഈ കളർ വരുന്നുണ്ട്, ബ്ലാക്ക് ബ്ലാക്കിൽ ആ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എടുപ്പ് കാണിക്കണം അല്ലേ? നല്ല വർക്കായിട്ടുണ്ട് കണ്ടോ. അത് യോക്കിലാണ് കേട്ടോ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എവിടെയാണ് നമ്മൾ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചു തരും അല്ലേ? അതെ, അതാണ് നമ്മുടെ പാഞ്ചാലി. പിന്നെ വരുന്നത് ഇതും ഇത് വലിയ പ്രിന്റില് ഫുൾ സീക്വൻസ് വർക്ക്, അതുപോലെ അനാർക്കലി സ്റ്റൈലാണ്. ഇത് പാനൽ വർക്കാണോ? അല്ല, സാധാ കട്ടാണ്, അനാർക്കലി സ്റ്റൈലിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ യോക്കില് വർക്ക് വന്നിട്ടുണ്ട്, സിൽവറിന്റെ. അതിന്റെ കളർ കോമ്പിനേഷൻ യെല്ലോ ഉണ്ട്, 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. യെല്ലോ വരുന്നുണ്ട്, അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇങ്ങനെ 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. സൈസസ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലാക്ക്, വൈറ്റ് ഇതൊക്കെ സംഭവങ്ങൾ സെപ്പറേറ്റ് ഇരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് സെയിം അതിൽ ഹക്കോബയിൽ വരുന്ന വർക്ക് കേട്ടോ. ഇത് ഹക്കോബ ആണെങ്കിൽ ഇത് സിമ്പിൾ ഇത് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ കളക്ഷൻസ് ആണ്. ഇത് വൈറ്റിലും ഉണ്ട്, ബ്ലാക്കും ഉണ്ട് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇനി വൈറ്റ് ആൻഡ് ബ്ലാക്ക് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട്. ഇതൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ഒരെണ്ണം നമുക്കൊന്ന് ഇത് തന്നെ ആയിക്കോട്ടെ, ഇത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, പല പല ഡിസൈനുകളാണുള്ളത്. അതെ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാത്രം വേണമെന്ന് വെച്ചാൽ അതിൻ്റെ പല പല ഡിസൈൻസ്, പല പല ഇത് പാറ്റേൺസ്, അതിൻ്റെ പാറ്റേൺ ഏകദേശം ഒക്കെ സെയിം ആയിരിക്കും. നടുക്കി കൂടെ ഇങ്ങനെ വർക്ക് വന്നിട്ട് ഇങ്ങനെ ചൈനീസ് കോളർ ആ ഒരു മോഡലിലാണ് കേട്ടോ. ചെറിയൊരു വീനെക്ക് നടുക്കിൽ കൊടുത്തിട്ട് അതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഇത്ര കോമ്പിനേഷൻസ്. അപ്പോൾ അതവിടെ വെച്ചോ. മസ്ലിനാണെങ്കിൽ മസ്ലിനിലും അത്യാവശ്യം കളക്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മസ്ലിനിൽ വരുന്ന കളക്ഷൻസ് ആണ് കണ്ടോ. മസ്ലിനിന് തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ പല കളേഴ്സ്. ഇപ്പോൾ ഇതിലെന്ന് വെച്ചാൽ 4 കളർ ഉണ്ട് കേട്ടോ. ബ്ലൂ ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഈ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. അങ്ങനെ 4 ഷെയ്ഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പം അതിലെല്ലാ ഡീറ്റെയിൽസും അപ്പം അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അപ്പം കാണാം നമുക്ക് പാഞ്ചാലി. അപ്പം അതിൽ ഏതാ നോക്കുക, ആ കുർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. ഏത് സൈസസ് ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് അല്ലേ, എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏത് സൈസസ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ വരുന്നത് നല്ല അടിപൊളിയാണല്ലോ ഇത്. ഈ ഒരു ബ്ലാക്കിൽ തന്നെ നമുക്ക് പിക്ക് ചെയ്യാം കണ്ടോ. ഇതും ലൈനിങ് ആണ് കേട്ടോ വിത്ത്. അതിൽ യോക്കിൽ ഒരു പാച്ച് വർക്ക് പോലെ ഇതിൽ ത്രെഡ് വർക്കല്ല, മിറർ വർക്കും പിന്നെ കട്ട് ബീഡ് വർക്കിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിലും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളക്ഷൻസ്. അതിൽ കളർ ചേഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോൾ യെല്ലോ ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ. ഇതാകുമ്പോൾ ബ്ലാക്ക് ആൻഡ് ഇതിപ്പോൾ നമ്മുടെ ഒരു ഒനിയൻ കളർ. പെട്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അങ്ങനെ കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ബ്ലാക്കിൽ വേറെ കളേഴ്സ് വേണമെങ്കിൽ അതെല്ലാതും ഉണ്ട് കേട്ടോ. നമ്മള് ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലറിയാൻ പറ്റും കേട്ടോ ഡീറ്റെയിൽസ്. പിന്നെ ഈ മുകളിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് കഴിയത്തില്ല, പക്ഷെ ഒക്കെ ഇത് കാന്ത പ്രിന്റ്. ഇതൊക്കെ ടോപ്പ് സെറ്റുകളാ, വിത്ത് ബോട്ടം ഉണ്ട് എല്ലാത്തിന്റെയും കൂടെ. ഇത് എന്താ പറയാ, ദുപ്പട്ട എടുക്കാം. ദുപ്പട്ടയില്ല, ബോട്ടം മാത്രം 2 പീസിന്റെ. ഇതാകുമ്പോൾ 2 പീസിന്റെ തന്നെ. ഇതിലുള്ള ടോപ്പ് വരാണെങ്കിൽ അത് ബോട്ടം വരുന്നത് കേട്ടോ. ഇതാ അതിന്റെ കളർ ചേഞ്ച് ആണ് ആ ബ്ലൂ അല്ലേ. ഒക്കെ നല്ല അടിപൊളി ഷെയ്ഡുകൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിലും വിത്ത് ലൈനിങ് ആണ് കേട്ടോ. കോട്ടണിൽ ഇപ്പോൾ ശരിക്കും ലൈനിങ്ങിന്റെ യോക്കിൽ മാത്രം മതി, പക്ഷെ അടിയിലും വർക്കിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വിത്ത് ബോട്ടം അടക്കം 2 പീസിന്റെ ഒരു സെറ്റാണ് വരുന്നത്. അത് മുകളിലേക്ക് വെച്ചോ, അല്ലെങ്കിൽ മടക്കാൻ പണിയാവും. അപ്പൊ ഇത് കാന്ത പ്രിന്റിൽ വരുമ്പോൾ ഇതൊക്കെ ഫുൾ കോട്ടൺ അല്ലേ? എല്ലാം കോട്ടണാ. ഇനി ഇതൊക്കെ ഇനി സാരികളോ? ഇതൊക്കെ സാരീസും അവൈലബിൾ ആണ്. അതും സിംഗിൾ പീസ്. ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്ന സാരീസ്. ഇതൊക്കെ ലോ റേഞ്ച് സാരീസ് ആണ്. ലോ തൊട്ട് ഹൈ റേഞ്ച് എല്ലാതും ഉണ്ട്. ഓക്കെ, അപ്പൊ ലോ തൊട്ട് ഹൈ റേഞ്ച് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യണില്ല, ഇവിടെ കെട്ട് അല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കാൻ നിൽക്കണം. അപ്പൊ ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ ഇരിക്കുന്ന കളേഴ്സ്. ഇതാ കണ്ട, പിങ്ക് ഉണ്ട്, ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്,
ചിക്കു ഷെയ്ഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതിൽ തന്നെ ബ്ലൂവിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സാരീസ് വരുന്നത് ലോ റേഞ്ചിൽ വരുന്ന സാരീസ്. ഇത് നല്ല അടിപൊളിയാണല്ലോ. ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഹൈ റേഞ്ച് വരുന്ന സാരിയാണ്. കുറച്ചുകൂടി കേട്ടോ, വലിയ റേഞ്ച് ഒന്നും ഇല്ല, ഫുള്ളായിട്ട് നിർത്താൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ കാണിക്കാം. ഇതൊക്കെ ശരിക്കും ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാതെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ കാണണമെങ്കിൽ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബോ ഫേസ്ബുക്കാ എവിടെയൊക്കെ ഫോളോ ചെയ്താലും ഇതിന്റെ എല്ലായിടത്തും കാണാം. ഇത് ഈ ഒരു ഇൻസ്റ്റാ ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, യൂട്യൂബിൽ കയറി നോക്കിക്കോ, അതിലും കാണാം. ഇല്ല, ഞങ്ങളുടെ വാട്സപ്പിലാണെങ്കിൽ ഞങ്ങൾ കാറ്റലോഗ് ഇടാറുണ്ട് വാട്സപ്പില്. അപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ നോക്കി നമ്മുടെ എല്ലാം നമ്മൾ ഓരോ ഫോട്ടോസ് റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലും അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ സാരീസിന്റെ ഡിഫറെന്റ് കളേഴ്സ് വരുന്നത്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ത്രെഡ് വർക്കിൽ ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ്. സിംഗിൾ സാരി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. ഇനി ഇത് അടിപൊളിയാണല്ലോ, കുറച്ചുകൂടി മെറ്റീരിയൽ നല്ല സോഫ്റ്റ് അല്ലേ. ഇത് മോഡലാട്ടോ. അപ്പൊ ചുടിദാർ പീസായി 3 പീസ് കണ്ടു, 2 പീസ് കണ്ടു, സാരി കണ്ടു, മെറ്റീരിയലും കണ്ടു. ഇനിയിപ്പോ റെഡിമെയ്ഡ് ബ്ലൗസും കൂടി ഉണ്ട് കാണാനായിട്ട്. ഇതൊക്കെ നല്ല സോഫ്റ്റ്. ഇപ്പൊ വന്നിട്ട് റെഡിമെയ്ഡ് ഇഷ്ടപ്പെട്ടില്ലേ മെറ്റീരിയൽ എടുത്തിട്ട് പോവാം, പ്രശ്നമില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട ഇതിൽ നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇതൊക്കെ നല്ല ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ. ഫുൾ യോക്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഇത് കാണുന്നത് കേട്ടോ. ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒക്കെ ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന നല്ല നല്ല കളേഴ്സാണ് കണ്ടോ. അതുപോലെ വർക്കും മാറുന്നുണ്ട് അല്ലേ. വർക്കും വ്യത്യാസം വരുന്നുണ്ട്. ഒക്കെ പക്ഷെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. നല്ല നല്ല വെറൈറ്റി. ഞാൻ എന്തായാലും ഇതൊന്ന് കാണിച്ചത്, കാരണം കാണിച്ചില്ലെങ്കിൽ നഷ്ടമായി പോകുന്നൊരു സംശയം. നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് കാണിക്കാം. ഇവിടെ വയ്ക്കൂ. ഇത് നഷ്ടമായി പോകും, അത്രയും നല്ല കളക്ഷൻസും ക്വാളിറ്റിയും നല്ലതാണ് കേട്ടോ. കുറച്ച് പ്രീമിയം കളക്ഷനാണ്. ഇതിലേക്ക് വർക്ക് കണ്ടോ, നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇതിൽ വർക്ക് അതിൻ്റെ തന്നെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇത്ര കളേഴ്സ് വരുന്നുണ്ട് കണ്ടോ. ഒക്കെ ആ ഒരു പ്രീമിയം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള വിത്ത് ദുപ്പട്ട വരുന്നത് ഓർഗൻസയില്ലേ. ഓർഗൻസയിൽ ഓപ്പൺ ചെയ്ത് വന്ന് അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് അടുത്തത് നോക്കാം. നല്ല ഫുൾ വർക്ക് ഇട്ടേ. അതെ, ഇത് സൈഡിൽ ഇങ്ങനെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇടയിൽ ഇങ്ങനെ ഒരു ബൂട്ട വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഓർഗൻസിൽ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. സെയിം അതിൽ പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതും ഉണ്ട് കേട്ടോ. ഈ 2 ഷെയ്ഡും വരുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം അറിയില്ലല്ലോ, പക്ഷെ നല്ല ഷെയ്ഡുകളാണ് എല്ലാം. ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ എല്ലാം വരുന്നത്. അപ്പോൾ അതൊക്കെ സാരിയാണ്, ലിനൻ്റെ സാരികൾ. പിടിച്ചേ അപ്പോഴേക്ക് ഇത് ഞാനൊന്ന് അവിടെ വെച്ചോട്ടെ. ലിനൻ്റെ സാരി കേട്ടോ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ചെറുതായിട്ട്. ലിനൻ്റെ സാരി ഇത് കയ്യോടെ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാലേ ബുദ്ധിമുട്ടുണ്ടാവില്ല. ലിനൻ്റെ സാരിയിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അത് കൂടാണ്ട് കളറിലും വരുന്നുണ്ട് അല്ലേ. കളറിലും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വല്ലാണ്ട് റെഡ് വരുന്നുണ്ട്. ഇതാ ലിനനിൽ റെഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പല പ്രിന്റുകൾ മാറും അല്ലേ, പ്രിന്റ് വ്യത്യാസം. അപ്പൊ ഇത് ഫുൾ ആയിട്ട് വേണമെന്ന് വെച്ചാൽ കാണണമെങ്കിൽ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുമ്പോൾ അതിലത്തെ ഓപ്പൺ ചെയ്തിട്ട് ഫുൾ ആയിട്ട് കാണാൻ പറ്റൂട്ടോ. അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പിന്നെ സാരി നോക്കാകുമ്പോ അടിയിൽ മൊത്തം ഇഷ്ടംപോലെ സാരീസ് ഉണ്ട്. അപ്പോ ഈ സൈഡില് ഇത് ബനാറസി, ഇത് നമ്മുടെ എന്താ പറയാ വേവിങ് സാരി ഇല്ലേ. വിവിങ് സാരി അതില് വരുന്ന കളക്ഷൻസ് ആണ്. ഒരു ബനാറസി ടച്ചിൽ വരുന്ന ബനാറസി തന്നെ കേട്ടോ. അതില് ബനാറസി ഉണ്ട്. നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള സാരീസ് ഇവിടെ ഉണ്ട്. ഇല്ലാന്നില്ല. അതാ സ്റ്റാർട്ടിങ് റേഞ്ചൊക്കെ ഏകദേശം പറയാൻ പറ്റും കുർത്തീസിന്റെ. എത്രയാ? സ്റ്റാർട്ടിങ് ഇപ്പൊ 400-500 സംതിങ് ഒക്കെ കുർത്തീസിൽ വരണം. സാരീസ് ഒക്കെ ആണെങ്കിലോ? സാരീസ് ഇപ്പൊ കണ്ടില്ല, നമ്മുടെ 200 സംതിങ്. 200. ഞാനത് പറയിക്കാൻ വേണ്ടിട്ട് സാരി റേഞ്ച് കണ്ടു. അത്രയോ വരുന്നുള്ളൂ സാരി ഒക്കെ. അതിലിപ്പോ ഓഫറും കൊടുക്കുന്നുണ്ട്, അപ്പൊ ഒന്നും കൂടി കുറയും. 10%. അതെ. അപ്പൊ സാരീസിന്റെ കളക്ഷൻസിൽ ഇത് സിൽവറിൽ ടച്ച് വരുന്ന ഒരു കളക്ഷൻ. ഇത് കാണുന്നത് ഫുൾ വീവിങ് ആണ് കേട്ടോ. ഇതിലും കളർ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ കയ്യിലിരിക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. അതിന്റെ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, ലെവൻഡർ ഷെയ്ഡ് ഉണ്ട്, പീച്ച് ഉണ്ട്,
പിങ്ക് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കൂടിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിംഗിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഇതൊക്കെ എന്താ പാക്ക്? അതും സാരി തന്നെ. ആഹാ, ഇത് നല്ല അടിപൊളിയാണല്ലോ. ഇതും സാരീസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ശരിക്കും ഓപ്പൺ ചെയ്തിട്ട് അതിൽ കാണുകയാണെങ്കിൽ കുറച്ചുകൂടിയും ഓപ്പൺ ചെയ്തോ മടക്കാന്ന് ഞാൻ റെഡി. ഓക്കെ, ഇതാ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇത് വരുമ്പോൾ പല്ലു പോർഷൻ വരുന്നത്, പിന്നെ ബോഡിയിൽ ഫുൾ ഇങ്ങനെ ആ കാണുന്നത് മൊത്തം വീവിങ് ആണ് കേട്ടോ ഫുൾ വരുന്നത്. പിന്നെ ബ്ലൗസ് ഈ പ്ലെയിൻ ആയിരിക്കും. ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ഇത് വീവിങ് ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ ലുക്കാണ് ഈ കാണുന്നത്. ശരിക്കും വീവിങ് ആണ്. അപ്പോൾ ചിലർക്ക് കാണുമ്പോൾ അത് പ്രിൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. ഇത് വീവിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു വൈൻ മജന്ത കളറ്, ബ്ലൂ ഉണ്ട്, പൗഡർ ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൽ കോൺട്രാസ്റ്റ് ആണ്. അത് ഇനിയും ഉണ്ട് കേട്ടോ ഷെയ്ഡ്സ്. എൻ്റെ കൈ നിറഞ്ഞു. യെല്ലോ വിത്ത് ഗ്രീൻ, പിന്നെ ഗ്രീനിൽ തന്നെ ഗ്രീൻ വരുന്നുണ്ട്, ബ്ലൂവിൽ തന്നെ ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ആ ഒരു ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കളക്ഷൻ. സാരീസിൽ തന്നെ അത്യാവശ്യം വെറൈറ്റീസ് വരുന്നുണ്ട്. സാരി കളക്ഷൻ കൂടുതലാണ്. ഇനി പിന്നെ നമ്മുടെ വിചിത്ര സിൽക്കിൽ പ്ലെയിനില് വിചിത്ര സിൽക്ക് പല കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ സിമ്പിൾ. ആ വിചിത്ര സിൽക്ക് ക്വാളിറ്റി തന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വിചിത്ര സിൽക്കിൽ വരുന്ന കളക്ഷൻ. ഇതൊക്കെ ഒരു നല്ല മാമ്പഴ കളറ്. അതിൽ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് ആണ് ഈ കാണുന്ന മൊത്തം കളർ ഷെയ്ഡ്സ് വരുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് പക്ഷേ അല്ലാതെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ ഇതും വെച്ചോ, എന്തായാലും ഹൈറ്റുള്ളതാണ്, അതോടുകൂടി അതും വെച്ചോ. പിന്നെ ഇതും പ്ലെയിനിൽ തന്നെയാണ്. നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരീസാണ് കേട്ടോ. ഈ വർക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ ഫുൾ ലൈനായിട്ട് പോയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതൊക്കെ ഡിസൈനർ ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇതിന് കൂടെ ഈ സാരി പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്, നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ തന്നെ പല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. വെച്ചോ. പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇതൊക്കെ നല്ല നെറ്റ് കോട്ടയിൽ നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അത്രയും റേഞ്ച് വൈസ് നോക്കാം. പിന്നെ ദുപ്പട്ട വരുന്നത് ഇതൊന്നും ഓപ്പൺ ചെയ്ത ദുപ്പട്ട ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫുൾ വീവിങ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. അതും ഇത് നെറ്റിൽ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. സൂപ്പർ നെറ്റ് ആ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിങ്ക് ഉണ്ട്, ലാവൻഡർ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഈ ഒരു ഷെയ്ഡും കൂടിയും വരുന്നുണ്ട്. ഇനി അതിൽ തന്നെ അടുത്തത് നല്ല ഭംഗി, നല്ല ഹെവിയിൽ നല്ല അടിപൊളി ഷെയ്ഡും. ഇത് ഒക്കെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ്, ബുട്ടിക് കളക്ഷനാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടൊന്നും എടുത്ത് നല്ല ഭംഗിയില്ലേ. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ഫുൾ വീവിങ്ങിലല്ലേ, നല്ല ഭംഗിയിലല്ലേ. സെൽഫാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ പേൾ വർക്കാണ് ഇതിൽ ഫുൾ വന്നിരിക്കുന്നത്. വർക്ക് എന്ന് പറയുന്നത് ഒക്കെ പേൾ വർക്കാണ്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. പ്രീമിയം കളക്ഷൻ കളേഴ്സാണ് വേറെ ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത്. കളേഴ്സ് 3 കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുൾ നിറഞ്ഞു കേട്ടോ. ഇനി ഇത് നല്ല അടിപൊളി വർക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. യോക്കിൽ അത്യാവശ്യം നല്ലൊരു കട്ട് ബീഡ് വർക്കും അതുപോലെ ചെറിയ ചെറിയ മുത്തുകളും പഞ്ചസാര മുത്തുകളും എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നല്ല ഹെവി പ്രീമിയം കളക്ഷൻസ് ആണ്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട അടിയിലാണ് അല്ലേ. ദുപ്പട്ട ഫുൾ വീവിങ് ആണ് കേട്ടോ. ടെസൽസ് ഒക്കെ ആയിട്ട് നല്ല ഫുൾ സട്ടലായിട്ടുള്ള ഒരു ഗോൾഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഫുൾ വീവിങ് ആണ് ഈ കാണുന്നത്. നമുക്ക് ശരിക്കും സാരിയുടെ ഒരു ഫീല്. അതിൻ്റെയും കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് കൂടാണ്ട് ഒരു ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഒരു പീച്ച് കളർ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള അതിൻ്റെ ഷാള്. നമുക്ക് കല്യാണത്തിനൊക്കെ കൂടുതൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡൊക്കെ മൂവിങ് അല്ലേ, നല്ല ചിക്കു ഷെയ്ഡ്. അതിൽ ദുപ്പട്ടയിൽ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചിക്കു ഷെയ്ഡ് ഫുൾ പ്ലെയിനിലാണ് വരുന്നത്. അതിൽ പാൻറ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ്. പിന്നെ ദുപ്പട്ട അത്യാവശ്യം നല്ല ഫുൾ വർക്കാണ്, ഫുൾ വർക്ക്. ഇതിന് കളർ ചേഞ്ച് ചോദിച്ചാൽ കളർ ചേഞ്ച് ഇല്ല. ഈ ഒരു ചിക്കു ഷെയ്ഡില്
മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി അങ്ങനെ വേണമെന്ന് വെച്ചാൽ വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിലും ഉണ്ട്. ഇതാ വൈറ്റിൽ ഫുൾ ഒരു ബനാറസി ടച്ച്, ആ ഒരു ടച്ചിലാണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്. അതിൽ വൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ക്രീം വേണമെന്ന് വെച്ചാൽ ക്രീം ഉണ്ട്. പക്ഷേ ക്രീം വരുമ്പോൾ കുറച്ചുകൂടി വലിയ വലിയ ബൂട്ടാസ് അങ്ങനെയൊക്കെ വരുന്നത്. യോക്കിൽ അത്യാവശ്യം വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ അടുത്താണ് വീട് എന്ന് പറഞ്ഞല്ലോ. ഇനി ബസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബസ് കിട്ടില്ല ഞാൻ പോവും. എങ്ങനെ പോവൂല്ലേ? ഇവിടെ കിടക്കില്ലേ രാത്രി? ഞാൻ കൊണ്ടാക്കി തരാം. കുട്ടിയുണ്ടാ? കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കല്യാണം കഴിഞ്ഞത്. ഇപ്പളാ കുട്ടീനെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നെറ്റിയിൽ നോക്കണേ. ഇവിടെ സിന്ദൂരൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞപ്പോ എത്ര കുട്ടീനെന്ന് പറയണ്ട. അപ്പൊ ഇത് ഫുൾ കളക്ഷൻസ് വരുന്നത് കോട്ടൺ സാരീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രീമിയം കളക്ഷനിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഒന്ന് പിടിച്ചാലോ? കാരണം ഇനിയും കളക്ഷൻസ് കാണിക്കാനുണ്ട്. ഈ ഒരു ഫാൻ ഒന്ന് നിർത്തോ? ഈ ഒരു ഫാൻ നിർത്തിയില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ശബ്ദം വരും. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോ നമ്മൾ നേരത്തെ ലൈറ്റ് നിർത്തി പറഞ്ഞു. ലൈറ്റ് പോയാ ഇല്ല വന്നാ ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. അത് നേരത്തെ കണ്ടതിന്റെ എങ്ങനെ പറയാ, സാമ്പിൾ പീസ് എങ്ങനെ വെച്ചിരിക്കാം. ചുമ മത്സര ഇത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് അല്ലേ. അത് ഇത് എല്ലാം നമ്മളിപ്പോ ഇവിടെ പെട്ടെന്ന് വന്നിട്ട് ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇതുപോലെ നോക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇവിടെ നമ്മൾ ഇതിൽ നോക്കി ഏതാന്ന് വെച്ചാ ഇതിന്റെ സൈസ് വേറെ ഉണ്ടോ, അപ്പൊ ഇത് സാമ്പിൾ പീസാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പീസ് സൈസ് ഏതാ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തുനിന്ന് എടുത്ത് തരുന്നതായിരിക്കും. ഇനി ഇത് കൂടാണ്ട് ഗോഡൌണിലും ഐറ്റംസ് വേറെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ സൈസ് ഇവിടുന്ന് കിട്ടിയില്ല, നിങ്ങൾക്ക് വേറെ സൈസ് ഒക്കെ അതൊക്കെ നമുക്ക് ഗോഡൌണിൽ നിന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു പീസുകൾ തന്നെയാണ് കേട്ടോ. ഈ ഫുൾ ഹാങ് ചെയ്തിട്ടുള്ളത് കുറച്ച് എളുപ്പത്തിന് കുറച്ച് ഈസി ഓപ്പൺ പീസ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ടസറിൽ. ഇത് പ്യുവർ ആണോ? പ്യുവറിൽ ടസർ സാരീസും അവൈലബിൾ ആണ്. ഒരു സിംഗിൾ പീസ് വേണമെങ്കിൽ അതും ചോദിച്ചാൽ കിട്ടും കേട്ടോ. അതിന് കളർ ഷെയ്ഡ്സ് ആണ് ഈ ഫുള്ള് കാണുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഇത് മൊത്തം വരുന്നത്. ഫുൾ ടസറിലാണ് കേട്ടോ. അതാ പ്യുവറിൽ വരുന്നുണ്ട്, സെമിയിലും വരുന്നുണ്ട് അല്ലേ ടസർ. അത് വിത്ത് ബ്ലൗസ് അടക്കാം. ഓക്കെ, സെമി ഉണ്ട്, പ്യുവർ ഉണ്ട്. എടുത്ത് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അത് ചോദിച്ചോളൂ വാട്സപ്പിൽ. എനിക്ക് പ്യുവറിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ പ്യുവറിൽ ഏത് കളർ വേണമെന്ന് വെച്ചാൽ കളർ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മളിവിടെ റെഡിയാണ് എല്ലാം കൊടുക്കാനായിട്ട്. ഇനി അടുത്തേക്ക് വരാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ്. ഞാൻ മറന്നു കേട്ടോ. ഞാനത് ആലോചിച്ചല്ലേ ഇനി എന്താ വെസ്റ്റേൺ വെയർ ഉണ്ട്, പിന്നെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്. ബ്ലൗസ് വരുമ്പോൾ ലൈക്ര അല്ലേ, ബനിയൻ സ്റ്റഫിൽ. ബനിയൻ സ്റ്റഫിൽ വരുന്ന ബ്ലൗസുകളാണ്. പാക്കിങ് ഇതൊക്കെ ലൈക്രയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഓർഗൻസയിൽ ഇങ്ങനെ വീവിങ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഇതൊക്കെ ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മുടെ ബനിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മോളിക്കോട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സൈസിൽ അങ്ങനെ പല സൈസും ഉണ്ട്. ഇതിൽ സൈസസ് വരുന്നുണ്ടോ? XL 2XL അങ്ങനെയുണ്ട്. ഫ്രീ സൈസ് അല്ല? അല്ല. ഓക്കെ സൈസ് അത് ഇത് വേറൊരു മോഡല് ബ്ലൗസ്. ഓക്കെ, അപ്പം നമ്മുടെ സൈസ് പറഞ്ഞാൽ മതി എന്നല്ലേ, ആ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ പല കളറുകളുണ്ട് ഇവിടെ. കുറേ ഉണ്ട്. ഇത് ഫുൾ നമുക്ക് ഇങ്ങനെ ഒരു പാക്കിംഗ് പീസിലാണ് അവൈലബിൾ. ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. XL വേണമെങ്കിൽ XL, XXL വേണമെങ്കിൽ XXL, ലാർജ് വേണമെങ്കിൽ ലാർജ്, അങ്ങനെ അല്ലേ. ഒക്കെ ബെന്നി സ്റ്റഫിലാണ് മെയിൻ. ഇതൊരു ഡിഫറെന്റ് മോഡൽ. മോഡലുകൾ ഉണ്ടല്ലോ അപ്പൊ കുറെ. ഒക്കെ പറയുമ്പോ എന്താ റെഡിമെയ്ഡ് ബ്ലൗസ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് കേട്ടോ. അല്ല എന്താ പറയുക, റിങ്കിൾ പോലത്തെ ആ ഒരു ഫാബ്രിക്കിൽ അങ്ങനെ. അപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസുമായി പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വെസ്റ്റേൺ ടോപ്പുകളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് ഞങ്ങൾ അറിയണില്ല. ഞാൻ അറിയില്ല, പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് റേറ്റ് ഇപ്പൊ പറയില്ല, ഞങ്ങൾ ഞങ്ങളുടെ പേജിൽ ഇടുന്നതാണ്. അതാണ് കോൺഫിഡൻസ്. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്നും ഇല്ല. സ്റ്റാർട്ടിംഗ് റേറ്റ് ഭയങ്കര നിസ്സാര റേറ്റിലാണല്ലോ. അയ്യോ, ബെൽറ്റ് ഇതാട്ടോ. ഇതാണ് നമുക്ക് സ്ലീവ് വരുന്നത്. ഇങ്ങനെ നല്ല ബട്ടർഫ്ലൈ സ്ലീവാണ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ഇതൊക്കെ സൈസസ് എത്ര വരും? XXL വെസ്റ്റേൺ വെയർ കേട്ടോ. അതിന്റെ ബെൽറ്റ് ഉണ്ട് കേട്ടോ. ബെൽറ്റ് അതിന്റെ വേറെ ഷെയ്ഡുകൾ, കളർ ഷെയ്ഡ്സ്. ബ്ലൂ ഉണ്ട്,
വൈറ്റിൽ ഗ്രേ ഷെയ്ഡ് ഉണ്ട്, വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് ഉണ്ട്. ഇതാണ് ഷെയ്ഡ്സ് വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് സാമ്പിളുകൾ മാത്രം കേട്ടോ. കാര്യം ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചേക്കുന്ന ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടുവന്ന് നമ്മൾ അയച്ചു തരുന്ന എല്ലാവർക്കും. ഓക്കെ. കാരണം ബുട്ടിക് എന്ന് പറയുമ്പോൾ ബുട്ടിക് സ്റ്റൈലിൽ വേണ്ട വെക്കാൻ, അങ്ങനെ വാരി വലിച്ചല്ലാതെ അങ്ങനെ വെക്കാനും പറ്റില്ലല്ലോ. പക്ഷെ എല്ലാത്തിനെയും നമുക്ക് ഗോഡൗണിൽ സൈസസും അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇതൊക്കെ വരുന്നതാണ്. വെസ്റ്റേൺ വെയറിൽ ഇനിയും കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ നല്ല ഹെവി മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ. ഇത് നല്ല രസമുണ്ടല്ലേ. ഒരു ബനിയൻ സ്റ്റെഫാണ് കേട്ടോ. ആലിയ കട്ട് ആ ഒരു മോഡലാണ് വരുന്നത്. നല്ലൊരു ഹെവി ബനിയൻ സ്റ്റെഫാണ്. ലൈക്ക് ഇങ്ങനെ വലിയണ ആ ഒരു പാറ്റേൺ ആണ്. കളർ ഷെയ്ഡ്സ് ഒരു ഒലിവ് ഗ്രീൻ ഉണ്ട്, അതുപോലെ ബ്ലൂ ഉണ്ട്. ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ്, ഡാർക്ക് ഗ്രേ ഷെയ്ഡ്. അതുപോലെ തന്നെ മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ഡസ്കി പിങ്ക്. അങ്ങനെ ഒരു 4-5 ഷെയ്ഡുകളുണ്ട്. ഇഷ്ടമുള്ളത് ഏതാ ഷെയ്ഡ് എന്ന് വെച്ചാൽ വേഗം പിക്ക് ചെയ്തോ. അല്ലേ, കളർ പോയി എന്ന് പറഞ്ഞിട്ട് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ വെസ്റ്റേൺ വെയറിൽ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണോ. ഓപ്പൺ ചെയ്യാലോ അല്ലേ? തുറക്കട്ടെ. ഇതൊക്കെ നിസ്സാര റേറ്റിന്റെ നിസ്സാര റേറ്റ് ഉള്ളൂ കേട്ടോ. വെസ്റ്റേൺ വെയറിൽ സിമ്പിൾ ആയിട്ടുള്ളത് ഇത് XL സൈസാണ് കേട്ടോ വരുന്നത്. നല്ല സിമ്പിളായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് വെസ്റ്റേൺ വെയറിൽ. ഇതിൽ കളർ ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. സൈസസ് ഇപ്പോൾ കയ്യിലുള്ളത് ഇത് XL ആണ് കേട്ടോ. സൈസസ് ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഈ വെസ്റ്റേൺ വെയർ എടുത്താലോ? അടുത്തെടുത്തു. നല്ല അടിപൊളി ഷെയ്ഡ്. ഇതിൽ വെസ്റ്റേൺ വെയറും ഉണ്ട്. ഇതൊക്കെ അതിനേക്കാളും കുറവ്, നേരത്തെ കണ്ടതിനേക്കാളും കുറവ് റേറ്റ്. ഇതെനിക്ക് തോന്നുന്നു കോഡ് സെറ്റിൻ്റെ ടോപ്പ് ആണെന്ന് തോന്നുന്നു. ക്രോപ്പ് ടോപ്പ്. ക്രോപ്പ് ടോപ്പ് അതിൽ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിളായിട്ട് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രോപ്പ് ടോപ്പിൻ്റെ കളക്ഷൻ. അതിൽ കളർ ചേഞ്ചസ് ഉണ്ട്. പൗഡർ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ഗ്രേ ഷെയ്ഡ് വരുന്നത്. ഇതൊക്കെ അതിൻ്റെ ഷെയ്ഡുകളാണ്. ഡാർക്ക് ഷെയ്ഡും ഉണ്ട്, പേസ്റ്റൽ ഷെയ്ഡ് രണ്ടും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത്രയും ഷെയ്ഡ്സ് വരുന്നുണ്ടോ ഒക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ വെച്ചാൽ ഏത് ഷെയ്ഡാണെന്ന് മനസ്സിലാവില്ല. അപ്പം ഈ ഷെയ്ഡ് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യണം? നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതിലുണ്ടാവും. അതിലെല്ലാം നമ്മൾ ഫോട്ടോ സൈസ് സഹിതം റേറ്റ് സഹിതം നമ്മൾ ഇടുന്നതാണ്. ഇനി ഇതിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക് ഈ 3 പ്ലാറ്റ്ഫോമിലേക്കും ഇവരുടെ ഐറ്റംസ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കോട്ടണിൽ വരുന്ന, അതുപോലെ കോട്ട ചെക്കിൽ വരുന്ന സാരീസ് ആണ് ഇത് മൊത്തം വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനും എങ്ങനെയാ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഇത് ഇതൊക്കെ റെഡിമെയ്ഡ് ചുരിദാറുകൾ പീസ് 3 പീസാണോ? അതെ, 3 പീസ്. ഓക്കെ. ഇത് 3 പീസാണ് കേട്ടോ വരുന്നത്. ഇതാ കോട്ടണിലാണിത്. കോട്ടണിൽ ഒരു ജയ്പൂരി കളക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ്. പാൻറ്റ് വരുന്നത് നമ്മൾ സാധാരണ നമ്മൾ കോട്ടൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ, ഡെയിലി വെയർ കളക്ഷൻസിൽ വരുന്ന അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇനി നിങ്ങളുടെ എന്താ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ആ ബഡ്ജറ്റിലുള്ള ഐറ്റംസ് എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അത് അയച്ചു തരുന്നതായിരിക്കും. അതിൽ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. ഇത്രയും കളേഴ്സ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബിഗ് പ്രിൻറ്റിൽ വേണമെന്ന് വെച്ചാൽ ഈ ബിഗ് പ്രിൻറ്റിലും വരുന്നുണ്ട് കേട്ടോ. നല്ല ഷെയ്ഡ് അല്ലേ, നല്ല ഭംഗിയുള്ള മഞ്ഞ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. മഞ്ഞിട്ട ഒരു വേറൊരു ഭംഗിയാന്ന് എല്ലാരും പറഞ്ഞു. മുഖത്തേക്ക് ഒരു ബ്രൈറ്റ്നസ് അതേ കാശ് കൊടുത്തൊന്ന് പാർലറിക്ക് പോകുന്നു, ഫേഷ്യലൊക്കെ ചെയ്യും വെച്ച്. നാച്ചുറൽ അല്ല നല്ലത്. അതെ, അതും ശരിയാണ്. അപ്പൊ ആ ഒരു മഞ്ഞ കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾക്കും ആ ഒരു നാച്ചുറൽ ഭംഗി കിട്ടണമെങ്കിൽ ഇതെടുത്തോ അല്ലേ. അതെ, മഞ്ഞ കണ്ടില്ലേ, മഞ്ഞ ക്യാമറയിലൊക്കെ തിളങ്ങി നിൽക്കും. അപ്പൊ അതില് 2-3 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അതാ ഗ്രീന്, പിങ്ക്, യെല്ലോ. ഇതൊക്കെ 3 പീസ് കളക്ഷൻസാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഇതില് 4 ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഗ്രീൻ, ബ്ലൂ, പിങ്ക് ആൻഡ് യെല്ലോ ഷെയ്ഡ്, അങ്ങനെ 4 ഷെയ്ഡ് ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടൻ്റെ കളക്ഷൻസ് വരുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത് ഇത് മൊത്തം നമ്മൾ കാണിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചത്. അത് ഫുൾ മടക്കി വെച്ചതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നാൽ മതിയായിരുന്നു നേരത്തെ. അപ്പം അത് വലിച്ചു വരേണ്ട ആവശ്യം. എന്നാലും അതിലൊരു രസം എടുത്ത് നമ്മൾ വലിച്ചു വരിട്ട് നോക്കലൊരു രസം. അതാണ് ഒരു രസം. കണ്ടാ എടുത്ത് വലിച്ചു വരി എടുക്കാം. അപ്പം നേരത്തെ നമ്മൾ ആ ചിക്കൻ കറിയിൽ പറഞ്ഞില്ലേ, അതിൽ ശരിക്കുള്ള ലുക്ക് ഇങ്ങനെയാണ് വരാം കേട്ടോ. ഉള്ളിൽ ഇന്നറും അതുപോലെ തന്നെ ഷിഫോണിൻ്റെ മെറ്റീരിയൽ, അതിൽ കളേഴ്സ്, ഇതിൻ്റെയൊക്കെ കളേഴ്സ്. ഗ്രീനൊക്കെ നല്ല കളറല്ലേ. ഇതൊക്കെ ജീൻസൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ആരും നോക്കി പോകും. നോക്കാത്തവർ വരെ നമ്മൾ നോക്കിക്കുന്നത് അല്ലേ? അതെ, അപ്പൊ എല്ലാരും നോക്കും.
ഇതും ചിക്കൻ കറിയിൽ തന്നെ നമുക്ക് ഷോർട്ട് കുർത്തീസ് വരുന്നതാണ് കേട്ടോ, ജീൻസിലൊക്കെ ഇടാൻ പറ്റിയ. അതൊക്കെ ഇതിന് ഇന്നർ വ്യത്യാസം ഉണ്ട് കേട്ടോ, ഇത് ബനിയൻ സ്റ്റഫ് ഇന്നറാ. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് നമ്മൾ തുറന്ന് കാണിച്ചില്ലേ, ചിക്കൻ കറി എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. പക്ഷെ ഇത് സ്പെഗറ്റി അടക്കമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് സാധാരണ സ്പെഗറ്റി ഇതിൻ്റെ കൂടെ ഇന്നറായിട്ടാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് ജോർജറ്റിൽ ഫുൾ ഇങ്ങനെ ചിക്കൻ കറി വർക്കിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ആ ഭംഗി ഇങ്ങനെ ഇട്ട് വരുമ്പോൾ അറിയുള്ളൂ. അതാ. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഇടയ്ക്കൊന്ന് ഇട്ടുകൂടെ? ഇങ്ങനത്തെ യൂസ് ചെയ്യില്ല? ക്യാമറയിൽ ഭംഗിയാവാൻ വേണ്ടി ഭംഗി ഇട്ടു മാത്രം. ഇതിപ്പോ വല്ല ഇതുണ്ടോ നോക്കിയേ, ഒക്കെ കൂടി 2 കളറായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫുൾ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അടിപൊളി കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. ഫുൾ വർക്ക് ഒരു 4-5 ഷെയ്ഡ്. വേറെ ഷെയ്ഡ് ഉണ്ട് നമ്മുടെ, കണ്ടോ? പല പല ഷെയ്ഡുകൾ. അത് നമ്മൾ അവിടേക്ക് എത്തിയില്ല. നമ്മള് ഹൈറ്റ് അതെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കളേഴ്സ് ഉണ്ട്. പാറ്റേൺ വരുമ്പോൾ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്, പക്ഷെ കളേഴ്സ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതൊരു ബുട്ടിക്ക് ആയതുകൊണ്ട് തന്നെ ബുട്ടിക്ക് രീതിയിലാണ് നമുക്ക് കളക്ഷൻസ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് അഡ്രസ്സ് പറഞ്ഞാലോ? ഇതൊക്കെ നമ്മൾ കാണിച്ചതാ കേട്ടോ. ഓക്കെ, അപ്പോൾ അഡ്രസ് വന്നിട്ട് നമ്മുടെ മാർക്കറ്റ് റോഡില്. നമ്മുടെ മാർക്കറ്റ് റോഡാ? പിന്നെ കേരളത്തില് എറണാകുളം പറയുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റ് റോഡ്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് റോഡില് മെർക്കാറ്റർ നിധി ബിൽഡിംഗിലാണ്. അതില് ഫസ്റ്റ് ഫ്ലോറിൽ പാഞ്ചാലി എന്ന് പറഞ്ഞിട്ടാണ് ഷോപ്പിന്റെ പേര്. മറക്കരുത്, പാഞ്ചാലി ഡിസൈൻ ഹബ്, അതാണ് ഞങ്ങളുടെ ഷോപ്പിന്റെ പേര്. പക്ഷെ ഇവിടെ നേരിട്ട് വരണമെന്നില്ല, നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ ഒരു പീസായിട്ട് ആയാലും കൊടുക്കും. പക്ഷെ എന്താ പറയാ, നമ്മുടെ മലയാളിയാണ്, ഒരു പീസായിട്ട് മേടിക്കായാലും നമുക്ക് ഓൺലൈനിൽ ഒരു പേടി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ വെൽക്കം. എവിടേക്ക്? നമ്മുടെ ഷോപ്പിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ്. ധൈര്യമായിട്ട് വന്നോ. ഇവിടെ നമ്മുടെ തിയേറ്ററിന്റെ പേര് സരിത സവിത സംഗീതം. അത് ഭയങ്കര അക്രമ പേരായില്ലേ? ഞങ്ങൾക്ക് ശീലായി. നിങ്ങൾക്ക് ശീലമായി, പുതിയത് കേൾക്കണവർക്ക് ഞങ്ങൾക്ക് ശീലമാണ്. അപ്പൊ ആ തിയേറ്ററിന്റെ തൊട്ടടുത്താണ് ബാനർജി റോഡിന്റെ മാർക്കറ്റ് റോഡ്. ബാനർജി റോഡിൽ നിന്ന് മാർക്കറ്റ് റോഡിലേക്ക് അവിടുന്ന് 10 അടി നടക്കാനുള്ള കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിലേക്ക്. ബിൽഡിങ്ങിന്റെ പേര് വരുന്നത് മെർക്കാറ്റർ നിധി ബിൽഡിംഗ്. ഒക്കെ എന്താ പറയാ, ഒക്കെ അങ്ങനത്തെ പേരുകളാ. തിയേറ്ററിന്റെ പേര് നോക്കിയേ, എളുപ്പമുള്ള പേര് എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, അത് നല്ല എളുപ്പമുള്ള പേരാണ്. കാരണം നല്ല അടിപൊളി പേരാണ്, വ്യത്യസ്തമായിട്ടുള്ള പേരാണ്, ട്രഡീഷണൽ പേരാണ്. അതുപോലെ ട്രഡീഷണൽ രീതിയിലുള്ള ലേഡീസിന്റെ ഐറ്റംസ് ആണ് മൊത്തം ഇവിടെ കിട്ടുന്ന ഐറ്റംസ്. അപ്പൊ സിംഗിൾ പീസായിട്ട് കിട്ടും. ഇനി ഡയറക്റ്റ് നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയും കോൺടാക്ട് ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതിൽ നമ്മുടെ നമ്പറും കാര്യവും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് എന്താ പറയുക, ഡയറക്റ്റ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്താണ് നമ്മൾ എടുക്കാം. ഇനിയിപ്പോൾ വാട്സപ്പിൽ കോൾ ചെയ്യാൻ ചിലർക്ക് സംസാരിക്കാൻ ഒരു പേടിയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി. പേര് ആഞ്ജനെ വിളിച്ചാൽ മതി. വിളിച്ചാൽ അങ്ങനെ ശല്യപ്പെടുത്താം. ഓർഡർ ചെയ്ത് ശല്യം ചെയ്യാനാ പറഞ്ഞത്. ഓർഡർ ചെയ്തിട്ട് ശല്യം ചെയ്യാൻ ഫുൾ ടൈം ഇങ്ങനെ ഫോൺ എടുത്തോണ്ടിരിക്കട്ടെ. അപ്പൊ അതിന് ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.